പത്രങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം, കോഡ് ലാംഗ്വേജിൽ പഠിക്കാം. ഒരു പത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി രാജ്യം മുഴുവൻ ചുറ്റിക്കാണാനായിട്ട് തീരുമാനിക്കുന്നു. അത് 1847 അദ്ദേഹം തീരുമാനിക്കുന്നത്. അങ്ങനെ ആദ്യം അദ്ദേഹം പശ്ചിമഘട്ടത്തിലേക്ക് പോകുന്നു. പശ്ചിമോദയം, ഓക്കെ, 1847 തന്നെ പശ്ചിമോദയത്തിലേക്ക് പോകുന്നു. ആ പശ്ചിമഘട്ടത്തിന് ഏറ്റവും മുകളറ്റത്ത് പോയി നിൽക്കുന്നു എഫ് മുള്ളർ. അപ്പോൾ പശ്ചിമോദയം 1847, പത്രാധിപർ എഫ് മുള്ളർ. അങ്ങനെ അവിടെ വെച്ച് ആ വ്യക്തിക്ക് ജ്ഞാന നിക്ഷേപം കിട്ടി. അദ്ദേഹം അവിടെ ഇരിപ്പാണ്. അപ്പോൾ ഈ ജ്ഞാന നിക്ഷേപം കിട്ടുന്നത് ആ മലമുകളിലേക്ക് പോയ ബെഞ്ചമിൻ ബെയ്ലി, അവിടേക്ക് യാത്ര ചെയ്ത ബെഞ്ചമിൻ ബെയ്ലി കാണുകയാണ്. ഓക്കെ, ജ്ഞാന നിക്ഷേപം 1800 ഈ ബുദ്ധനൊക്കെ കിട്ടുന്ന പോലെ ഒരു പിറകിലൊരു പ്രകാശമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രകാശം ആ വ്യക്തിക്ക് കിട്ടുന്നതായിട്ട് ഈ ബെഞ്ചമിൻ ബെയ്ലി കണ്ടു. അദ്ദേഹം ഒളിഞ്ഞിരുന്ന് കണ്ടു. ഓക്കെ, ജ്ഞാന നിക്ഷേപം 1848, ബെഞ്ചമിൻ ബെയ്ലി. അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ജോർജ് മാത്തൻ. അദ്ദേഹത്തിന് ഈ പറയുന്ന നല്ല ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് ബെഞ്ചമിൻ ബെയ്ലിക്ക് തോന്നി. അദ്ദേഹം ബെഞ്ചമിൻ ബെയ്ലിയെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 1864 ബെഞ്ചമിൻ ബെയ്ലിയുടെ ഫ്രണ്ടായിട്ടുള്ള ജോർജ് മാത്തൻ അവിടേക്ക് എത്തുന്നു. അങ്ങനെ ആ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിദ്യാസംഗ്രഹം, ആ ഒരു വിദ്യയൊക്കെ ജോർജ് മാത്തന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ വിദ്യാസംഗ്രഹം 1864, ജോർജ് മാത്തൻ. അങ്ങനെ ജോർജ് മാത്തൻ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്കും കൂടി ഇത് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എപ്പോഴും കല്ലിൻ്റെ പുറത്ത്, നേരത്തെ ഈ ബുദ്ധനും ഇവരൊക്കെ ഒരു പ്രതലത്തിലാണല്ലോ ഇരിക്കും, അപ്പോൾ എപ്പോഴും കല്ലിൻ്റെ പുറത്തിരിക്കുന്ന കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു, ഈ ഒരു നടന്ന സംഭവം പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം അത് പത്രത്തിൽ എഴുതുന്നു. എങ്ങനെ? പശ്ചിമതാരക എന്നൊരു ഹെഡിങ്ങോടുകൂടി 1865 അത് പത്രത്തിൽ എഴുതുന്നു. ഓക്കെ, അപ്പോൾ രാജ്യസമാചാരം, പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം, വിദ്യാസംഗ്രഹം, പശ്ചിമതാരക. രാജ്യം ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. അതുപോലെ പശ്ചിമോദയത്തിലാണ് ആദ്യം പോയത്. അവിടെ വെച്ച് ജ്ഞാന നിക്ഷേപം നടക്കുന്നത് കണ്ടു. ആ ജ്ഞാന നിക്ഷേപം ഫ്രണ്ടായിട്ടുള്ള ആൾക്ക് വിദ്യാസംഗ്രഹവുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവസാനം അത് പശ്ചിമതാരക എന്ന് പറയുന്ന ഹെഡിങ്ങോടുകൂടി പത്രത്തിൽ എഴുതുന്നു.